സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് എന്താണ് അർത്ഥമാക്കുന്നത്? വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു 100% ഈ ഭൂമിയിലായിരുന്നപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ഭാഗിക മനുഷ്യനും ഭാഗിക ദൈവവുമല്ല, 100% പൂർണ്ണ മനുഷ്യനും 100% പൂർണ്ണ ദൈവവുമായിരുന്നു. ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ നമ്മേക്കാൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിത്വ വിശേഷമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:15 വായിക്കുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും, അടുത്തൊരു ആമേൻ പറഞ്ഞു പറയേണ്ടതാണ്, നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. എത്ര പേർക്ക് നല്ലൊരു സ്തോത്രം മനസ്സ് നിറഞ്ഞു പറയാൻ കഴിയും? പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി നമ്മുടെ കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഞാനൊരിക്കലേ ദീർഘദൂര യാത്രകള്, ഉറക്കളപ്പ്, ചില വേദികളിലൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ അവിടെ ആ സ്റ്റേജിൽ ഒരു പായിടുകയായിരുന്നെങ്കിൽ അവിടെ തന്നെ കിടന്നുറങ്ങാം എന്ന് തോന്നും. അതുപോലെ ക്ഷീണങ്ങൾ ചിലപ്പം ശാരീരികമായി ഉണ്ടാകാറുണ്ട്. പക്ഷെ അങ്ങനെ ക്ഷീണം വകവയ്ക്കാതെ ദീർഘദൂരം തിരിച്ച് കുമ്പളിയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഹൃദയത്തിനകത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, പാപമൊഴികെ സകലത്തിലും അങ്ങ് ഞങ്ങൾക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്ന് തിരുവെഴുത്ത് പറയുന്നു. പക്ഷേ മാനുഷിക ക്ഷീണം എന്താണെന്ന് അങ്ങേക്കറിയാവോ? മാനുഷികമായ ക്ഷീണം എന്താണെന്ന് അങ്ങേക്കറിയാമോ എന്ന് ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു തിരുവെഴുത്തെൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ആ ഓടി വന്ന തിരുവെഴുത്ത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വായിക്കേണ്ട 4-ാം അധ്യായമാണ്. യേശു കർത്താവ് ശമരിയിൽ കൂടി പോകേണ്ടി വന്നു. അവിടെ ശമരിയിലെ സുഖാർ എന്ന് പറയുന്നൊരു പട്ടണം, അവിടെ യാക്കോബ് തന്റെ മകനായ യോസേപ്പിന് കൊടുത്തൊരു ഉറവുണ്ട്. ആ ഉറവിനരികെ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വഴി നടന്ന് ക്ഷീണിച്ചിട്ട് കർത്താവ് വിശ്രമത്തിന് വേണ്ടിയിരുന്നതാണ്. ആ സമയത്താണ് ശമരിയ സ്ത്രീ അവിടെ വെള്ളം കോരാൻ വരുന്നതും അവളുടെ ജീവിത ചരിത്രം മുഴുവൻ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയതും അവൾ മാനസാന്തരപ്പെട്ടതും മാത്രമല്ല, ആ മാനസാന്തരം ശമരിയുടെ ഉണർവിന് കാരണീയമായി മാറിയതും. അവിടെ വെച്ച് കർത്താവിനോട് പറഞ്ഞു, KJ തോമസേ, നിന്റെ ക്ഷീണം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നും മാത്രമല്ല, നിന്റെ ശരീരത്തിൻ്റെ ക്ഷീണങ്ങളും പരിമിതികളും എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും മനുഷ്യാത്മാക്കളുടെ രക്ഷയ്ക്കും ദേശങ്ങളുടെ വിടുതലിനു പോലും കാരണീയമാക്കി മാറ്റാൻ എന്നെ കൊണ്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അഭിഷക്തന്മാരോട് ഞാൻ പറയാം, ദൈവമക്കളോട് പറയാം, ചില പ്രതിസന്ധികൾ ദൈവം നമുക്ക് അനുവദിക്കുന്നത്, നമുക്ക് ഇഷ്ടമുണ്ടേലും ഇഷ്ടമില്ലേലും ചില ശാരീരിക വ്യഥകളിലൂടെയൊക്കെ ദൈവം നമ്മെ നടത്തുമ്പോൾ മുഷിഞ്ഞു പോകരുത്. അവിടെയും ദൈവത്തോട് സ്തോത്രം ചെയ്ത് പറ, എൻ്റെ ഈ പ്രതിസന്ധികളുടെ നടുവിലും എന്നെ ഉപയോഗിക്കാനും മനുഷ്യാത്മാക്കളുടെ രക്ഷയ്ക്ക് ദേശങ്ങളുടെ വിടുതലിന് അത് കാരണീയമാക്കി മാറ്റാനും ഇന്ന് രാത്രി ഉയരത്തിലൊരു ദൈവമുണ്ടെന്നോർത്ത് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേര് ഈ രാത്രി ഇതിനകത്ത് വന്നിരിപ്പുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി നമ്മുടെ കർത്താവ് പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, പ്രിയരെ, നമ്മുടെ പരിശോധനയും നമ്മുടെ പ്രതിസന്ധിയും കർത്താവിൻ്റെ പ്രതിസന്ധിയും രണ്ടും രണ്ടാണ്. എന്താ രണ്ടും രണ്ടാണെന്ന് പറയാൻ കാരണം, പ്രതിസന്ധി വ്യത്യസ്തമാണെന്നല്ല, പ്രതിസന്ധിയിലൂടെ പോകേണ്ടി വരുന്നതിൻ്റെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഞാനും നിങ്ങളും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് അമ്പമ്പോ ആ പ്രതിസന്ധിയിലൂടെ പോകാൻ നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ടല്ല, ആ പ്രതിസന്ധി പരിഹരിക്കാൻ നമ്മെ കൊണ്ട് ത്രാണിയില്ലാത്തത് കൊണ്ടാണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ മുഷിയരുത്, പെട്ടെന്ന് അങ്ങ് സങ്കടപ്പെടുകയൊന്നും ചെയ്യരുത്. നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെ
ഒരു വീടിന്റെ പണി ആരംഭിച്ചു. 6 ലക്ഷം രൂപ മാത്രമേ കൈമുതലായി ഉണ്ടായിരുന്നുള്ളൂ. 25 ലക്ഷം രൂപ മുടക്കി 21 ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വന്നു. എല്ലാം കൂടെ കൂട്ടി ആ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത മാസം ഇത്ര രൂപ നമുക്ക് ബാങ്ക് ലോണ് അടച്ചടച്ച് തീർക്കാം. കാരണം മൂത്ത മകൻ ദുബായിലുണ്ട്. അവന് മാസം കുറച്ച് പൈസ അയച്ചു തരും, ലോണിലുള്ള പൈസ. അങ്ങനെ മകൻ അവിടെ ജോലി ചെയ്ത് ഈ വർഷങ്ങൾ കൊണ്ട് ഈ ലോണ് തീർത്ത് വീട് സ്വന്തമാക്കാം, സ്വതന്ത്രമാക്കാം എന്ന് നിങ്ങൾ ചിന്തിച്ചു. അങ്ങനെ 6 മാസം ലോൺ അടഞ്ഞു. പക്ഷേ പെട്ടെന്ന് ദുബായിലുള്ള മകന്റെ ജോലി പോയി. അതുകൊണ്ടാണ് സങ്കടപ്പെടരുതെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ മകന്റെ ജോലി പോയി, ലോൺ അടയുന്നില്ല. 6 മാസം അടഞ്ഞത് പിന്നെ അടുത്ത 6 മാസം അടഞ്ഞില്ല. ബാങ്ക് ഉദ്യോഗസ്ഥർ നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ലോണ് കുടിശ്ശികയാണ്, അടച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകും. അടുത്ത 6 മാസം കൂടെ ലോൺ അടച്ചില്ല. അവസാനം ബാങ്കിന് നിയമപരമായി നീങ്ങാതെ നിവൃത്തിയില്ല. അവരെ നിയമപരമായ വഴിക്ക് നീങ്ങി കോടതിയിൽ കേസ് വന്നു. അവസാനം ആ വീട് ജപ്തി ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട നീതിപീഠം ഉത്തരവിട്ടു. ജപ്തി നോട്ടീസ് ആ വീടിന്റെ വാതിലിൽ പതിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അയൽവാസികളുടെയും മുമ്പിൽ എന്തെല്ലാം പ്രതീക്ഷയോടെ കെട്ടിപ്പൊക്കിയ വീടാണ്, എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ല. സ്വപ്നങ്ങളെല്ലാം തകർന്നു. മറ്റുള്ളവരുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ തലകുനിച്ച് ഗതികേട് നിമിത്തം ആ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങേണ്ടി വരുന്ന ഒരു രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. അങ്ങനൊരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, ആ പ്രതിസന്ധിയിലൂടെ പോകാൻ നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ടല്ല, നമ്മുടെ മനുഷ്യത്വത്തിന്റെ ഗതികേട് കൊണ്ട്, നമ്മുടെ സാഹചര്യങ്ങളുടെ മോശം കൊണ്ട് അങ്ങനൊരു പ്രതിസന്ധിയിലൂടെ നമ്മൾ പോകേണ്ടി വരുന്നതാണ്. എന്നാൽ യേശു കർത്താവിന്റെ പ്രതിസന്ധിയെ നിങ്ങളൊന്ന് എടുത്തു പരിശോധിച്ച്, താൻ പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, പൂർണ്ണ ദൈവവും കൂടാണ്. തൻ്റെ മനുഷ്യത്വത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും തൻ്റെ ദൈവത്വം കൊണ്ട് യേശുവിന് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എത്ര പേർക്ക് ആ വാക്ക് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ആ വാക്കിന് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? മനുഷ്യത്വത്തിലെ തൻ്റെ ഏതൊരു പ്രതിസന്ധിയെയും തൻ്റെ ദൈവത്വം കൊണ്ട് യേശുവിന് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ തെളിവ് തരാം. ഗെത്സമന തോട്ടത്തിലേക്ക് വരണം, പിന്നീട് നാം ആ ഭാഗത്തേക്ക് ഒന്നുകൂടെ വരുന്നുണ്ട്. അതിനു മുമ്പ് ഈ ഭാഗം ശ്രദ്ധിക്കുക. യേശു കർത്താവ് ഗെത്സമന തോട്ടത്തിൽ ശത്രുക്കളാൽ പിടിക്കപ്പെടാനായിട്ട് നിൽക്കുകയാണ്. ആളും ആരവാരവുമായി പുരുഷാരം, ചേവകര്, പടയാളികളൊക്കെ ഉണ്ട്. പിന്നീട് ആ ഭാഗത്തേക്ക് വരാം. അപ്പൊ യേശു കർത്താവിനെ രക്ഷിക്കാനായിട്ട് പത്രോസ് വാളും കൊണ്ട് ചാടുകയാണ്. പത്രോസിന്റെ മാനുഷിക ചിന്ത, യേശുവിനെ പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ വാളുകൊണ്ട് എൻ്റെ പ്രതിരോധം ഞാൻ തീർക്കുമെന്നുള്ളതാണ്. പക്ഷെ കർത്താവ് പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, വാൾ ഉറയിലിട്, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. അടുത്തത് എൻ്റെ നാടൻ ഭാഷയും കൊണ്ട് കൂട്ടി പറയുകയാണ്, കുഞ്ഞേ, നീ എന്നാ ചിന്തിക്കുന്നേ? എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ വാളിന്റെ വായ്ത്തലയുടെ പ്രയോഗം വേണമെന്നോ? വേണ്ട. ഞാനിപ്പം മുകളിലേക്ക് നോക്കിയാലുണ്ടല്ലോ, 12 ലഗ്യോണിലധികം ദൂതന്മാർ ഇവിടേക്ക് ഇറങ്ങി വരാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരു ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 6000 12 ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 72,000. 72,000 വേണ്ട, ഒരു ദൂതൻ ഇറങ്ങി വന്നാൽ അവിടെ ഗതികേടായി മാറും. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒരു ദൂതൻ അശൂർ പാളയത്തിലൂടെ നടന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന്. എൻ്റെ കർത്താവ് ആധാരം കൊണ്ട് കൽപ്പിക്കണ്ട, ഒരാംഗ്യമെങ്കിലും കാണിച്ചാൽ ഇറങ്ങി വരാൻ ദൂതന്മാർ റെഡിയായി നിൽക്കുകയാണ്. തൻ്റെ മനുഷ്യത്വത്തിലെ പ്രതിസന്ധിയെ
തൻ്റെ ദൈവത്വം ഉപയോഗിച്ച് യേശുവിന് പരിഹരിക്കാമായിരുന്നു. എൻ്റെ രക്ഷിതാവ് അത് ചെയ്തില്ല. എന്താ അത് പരിഹരിക്കാൻ ത്രാണിയില്ലാത്തത് കൊണ്ടല്ല, പ്രാപ്തിയില്ലാത്തത് കൊണ്ടല്ല, പിന്നെ താൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണമെന്നുള്ളത് ദൈവപിതാവിൻ്റെ തിരുഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് യേശു സമ്പൂർണ്ണ ദൈവേഷ്ടത്തിന് തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ മർമ്മം എന്താണെന്ന് ഇന്ന് രാത്രി അസന്നിഗ്ധമായി ഞാൻ വിളിച്ചു പറയാം. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇച്ഛകളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ദൈവത്തെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാനുള്ള ഒറ്റമൂലി അല്ല പ്രിയരെ ക്രിസ്തീയ ജീവിതം. പലരും പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോഴും അതിൻ്റെ എല്ലാം മുന്നിൽ നിൽക്കുന്ന പ്രധാന ചിന്ത എന്ന് പറയുന്നത് ആരാധിച്ച് ദൈവത്തിൽ നിന്ന് വല്ലതും നേടണം. പ്രസംഗം കേട്ട പ്രസംഗകരെ കൊണ്ട് വല്ലതും ദൈവത്തിൽ നിന്ന് നേടണം. ദൈവത്തിൽ നിന്ന് വല്ലതും നേടാനുള്ള നമ്മുടെ ആഗ്രഹങ്ങളും ഇച്ഛകളും താല്പര്യങ്ങളും ഒക്കെ ദൈവത്തെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാനുള്ള ഒറ്റമൂലിയായിട്ടാണ് പലരും പലപ്പോഴും ആത്മീയതയെ കാണുന്നത്, ഭക്തിയെ കാണുന്നത്. പക്ഷെ തെറ്റിദ്ധരിക്കപ്പെടരുത്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാനുള്ള കുറുക്കുവഴി അല്ല ആത്മീയത, കുറുക്കുവഴി അല്ല ഭക്തി, കുറുക്കുവഴി അല്ല ആത്മീയത. അതിനപ്പുറത്ത് എന്നെ കുറിച്ചുള്ള സമ്പൂർണ്ണ ദൈവഹിതമെന്തോ അതിനെന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുക എന്ന് ഞാൻ പറയുമ്പോൾ എന്നോട് ചേർന്ന ചങ്കൂറ്റത്തോടെ ആ വാക്കിന് ആമേൻ പറയാൻ മനസ്സുള്ള എത്ര പേര് ഈ ഗ്രൗണ്ടിൽ ഈ രാത്രി വന്നിട്ടുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം സ്തോത്രം. എനിക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും നിന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കൊക്കെ ഒറ്റ യോഗത്തിൽ വന്നിട്ട് എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതത്തിന് എന്നെ തന്നെ വിധേയപ്പെടുത്തി തരുന്നു എന്ന് നമ്മൾ പറയില്ല. പക്ഷെ നമുക്കിഷ്ടം പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും ഇഷ്ടം നീ വന്നതല്ല, ദൈവം തന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഇന്ന് പിടിച്ചു മേടിച്ചുകൊണ്ടേ പോകാവൂ. ഇടത്തുള്ളവരോട് വലത്തുള്ളവരോട് മുമ്പിലുള്ളവരോട് പുറകിലുള്ളവരോട് തോളെ തട്ടിപ്പറ, കൈ കൊടുത്തിട്ട് പറ, ഇന്ന് അനുഗ്രഹിച്ചിട്ടല്ലാതെ ഇന്ന് വിടുതൽ മേടിച്ചിട്ടല്ലാതെ പോകില്ല. അങ്ങനെ തട്ടുപൊളിപ്പം പരിപാടിയായി ആത്മീയതയെയും ആത്മീക ശുശ്രൂഷയെയും വികലമാക്കുന്ന ഒരു വല്ലാത്ത ആത്മീക വികലതയുടെ കാലത്ത് ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്ത് പറയുകയാണ്, നമ്മുടെ ഏതെങ്കിലും അജണ്ടകൾ സാധിപ്പിച്ചെടുക്കുക എന്നതിനപ്പുറത്ത് ഒരു കൊച്ചു ജീവിതമേ എനിക്ക് ഭൂമിയിലുള്ളൂ. അത് എൻ്റെ ഇഷ്ടം നിവർത്തിച്ച് തീർക്കുക എന്നതിനപ്പുറത്ത് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി ആ ദൈവഹിതത്തിന് വിധേയപ്പെടുത്തി ആ ദൈവഹിതം നിവർത്തിക്കാനുള്ള അവസരമാക്കി മാറ്റാൻ കൃപ തരണമെന്ന നിറകണ്ണുകളോടും തൊഴുകയോടും ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തിൽ നിന്ന് അതിനെ മനോഹരമായൊരു തെളിവതിനോട് ചേർത്ത് ഞാൻ വയ്ക്കാം. ഉൽപ്പത്തി പുസ്തകം വായിക്കേണ്ട 22-ാം അധ്യായം. അബ്രഹാം തന്റെ മകനായി ഇസ്ഹാക്കുമായി യാഗഭൂമി തേടി പോകുകയാണ്. കാരണം ഞാൻ നിന്നെ കാണിക്കുന്ന സ്ഥലത്ത് അവനെ യാഗം കഴിക്കാനാ ദൈവം പറഞ്ഞിരിക്കുന്നത്. ആ യാഗഭൂമി തേടി അപ്പനും മകനും കൂടെ മോറിയാ മലയുടെ കയറ്റം കയറുകയാണ്. കയറുന്ന സമയത്ത് ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുകയാണ്, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയാണ്? ഉടനെ അബ്രഹാം വിശ്വാസികളുടെ പിതാവ് പറയുകയാണ്, മകനെ യഹോവ തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. അപ്പൊ ആ മോറിയാ മലയുടെ കയറ്റം ഇസ്ഹാക്ക് കയറിപ്പോകുന്നത് ആ പ്രതീക്ഷയോടെയാണ്. മലയുടെ മുകളിൽ ചെല്ലുമ്പോൾ ദൈവം ഒരാട്ടിൻകുട്ടിയെ കരുതും. ആ പ്രതീക്ഷയിലാണ് മല കയറിപ്പോകുന്നത്. പക്ഷേ മല കയറി ചെല്ലുമ്പോൾ അബ്രഹാം എന്താ ചെയ്തെന്നറിയാമോ? മുമ്പ് അവിടെ ഒരു യാഗം നടന്നിട്ടില്ല, അതുകൊണ്ട് അവിടെ ഒരു യാഗപീഠവും ഉയർന്നിട്ടില്ല. കർമ്മേലിൽ ഏലിയാവിന് യാഗപീഠം പുതുക്കിപ്പണിയേണ്ടി വന്നതേയുള്ളൂ. പക്ഷെ മോറിയായിൽ അബ്രഹാമിന് ഹോമയാഗപീഠം പണിയേണ്ടി വന്നു. അബ്രഹാം ആ മോറിയ മലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കല്ല് പെറുക്കിക്കൊണ്ടുവന്ന് ഹോമയാഗപീഠം പണിയുക.
പണിയുകയാണ്. അപ്പൻ കല്ല് പിറക്കി നടക്കുമ്പോൾ എൻ്റെ ഭാവന ഞാൻ പറയുകയാണ്, ഇസ്ഹാക്കിൻ്റെ കണ്ണ് പാളുന്നത് ആ മലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക്. ഇസ്ഹാക്കിൻ്റെ കണ്ണെന്താ വരുന്നറിയാമോ? അപ്പം പറഞ്ഞായിരുന്നു, ഒരു ആട്ടിൻകുട്ടിയെ ദൈവം കരുതുമെന്ന്. എവിടെയാണ് ദൈവം കരുതിയ ആട്ടിൻകുട്ടി? അതാണ് ഇസ്ഹാക്ക് നോക്കിയത്. പക്ഷേ അതുവരെ ഒരു കരുതലും വെളിപ്പെട്ടില്ല. അവസാന ഹോമയാഗപീഠം പൂർത്തീകൃതമായപ്പോൾ അപ്പൻ മകനോട് പറയുകയാണ്, ഇതുവരെ ദൈവം കരുതുമെന്ന് പറഞ്ഞ അപ്പൻ പറയുകയാണ്, കുഞ്ഞേ, നീ തന്നെയാണ് ആ യാഗവസ്തു, നീ തന്നെയാണ് ആ യാഗവസ്തു എന്ന് അബ്രഹാം ഇസ്ഹാക്കിനോട് പറയുമ്പോൾ മാനുഷികമായി ചിന്തിച്ചാൽ ഇസ്ഹാക്കിൻ്റെ സ്ഥാനത്ത് വേറെ ആരാണേലും കുതറി ഓടത്തേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? ഇതുവരെ അപ്പൻ എന്നാ പറഞ്ഞത്? നേരത്തെ പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, നീയാണ് ആ യാഗവസ്തു എന്ന്. ഇതുവരെ പറഞ്ഞത് ദൈവം കരുതുന്നു, ഇതുവരെ ദൈവം കരുതുന്നു പറഞ്ഞിട്ട് ഇപ്പൊ പറയുകയാണ്, ഞാനാണ് യാഗവസ്തു എന്ന്. എൻ്റെ പ്രിയരെ, ഇസ്ഹാക്കിന് കുതിറി ഓടാനുള്ള പ്രാപ്തി ഉണ്ട് കേട്ടോ. ഏറ്റവും കുറഞ്ഞത് ഇസ്ഹാക്കിന് അന്നൊരു 33 വയസ്സെങ്കിലും പ്രായമുണ്ട്. എങ്ങനെ അതും ബോധ്യമാകുന്നെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിലാണ് സാറായുടെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാറാ മരിക്കുമ്പോൾ സാറായിക്ക് 127 വയസ്സുണ്ട്. സാറായുടെ 90-ാമത്തെ വയസ്സിലുള്ള മകനാണ് ഇസ്ഹാക്ക്. അങ്ങനാണെങ്കിൽ സാറാ മരിക്കുമ്പോൾ ഇസ്ഹാക്കിന്റെ പ്രായം 37 ആണ്. 22-ാം അധ്യായത്തിലാണ് ഇസ്ഹാക്കിനെ യാഗവേദിയിൽ കിടത്തുന്നത്. 22-ാം അധ്യായത്തിനും 23-ാം അധ്യായത്തിനും ഇടയ്ക്ക് ഒരു 3-4 വർഷത്തിന്റെ ഇടവേളയിട്ടാലും ഏറ്റവും കുറഞ്ഞത് ഇസ്ഹാക്കിന് 33 വയസ്സുണ്ട്. തന്നെയല്ല, നല്ല ആരോഗ്യ ദൃഢഗാത്രന്. അതെങ്ങനെ അറിയാം? ആ മോറിയ മലയുടെ കുത്തുകയറ്റം തോളിൽ വിറകും ചുമന്നുകൊണ്ടാണ് ഇസ്ഹാക്ക് കയറിയത്. അപ്പൊ തോളിൽ വിറകും ചുമന്നുകൊണ്ട് സുഗമമായ വഴിയല്ല, മോറിയ മലയുടെ കയറ്റം കയറാനുള്ള ആരോഗ്യമുള്ള, ഓജസ്സും തേജസ്സുമുള്ള ചെറുപ്പക്കാരനാണ്, ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനാണ് ഇസ്ഹാക്ക്. അവൻ മാനുഷികമായി ചിന്തിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ ഹോമയാഗപീഠത്തിൽ കിടക്കാതെ കുതറിയോടാമായിരുന്നു. അബ്രഹാം ബലമായി കയ്യും കാലും പിടിച്ചു കെട്ടിയതുമല്ല. നീയാണ് യാഗവസ്തു എന്ന് അപ്പൻ ഇസ്ഹാക്കിനോട് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ഈ ഹോമയാഗപീഠത്തിൽ ഒരു ഹോമയാഗവസ്തുവായി എരിഞ്ഞു തീരണമെന്നാണ് എന്നെ കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ ആ ദൈവഹിതത്തോട് ഞാൻ എതിർക്കുന്നില്ല. ആ ദൈവഹിതത്തിന് ഞാൻ എന്നെ തന്നെ വിധേയപ്പെട്ടു കൊടുക്കുന്നു. ദൈവഹിതത്തിന്റെ മുമ്പിൽ കൈകാലുകൾ കെട്ടപ്പെട്ട് യാഗപീഠത്തിൽ ഇസ്ഹാക്ക് കിടത്തപ്പെട്ടു. ഇന്ന് രാത്രി ദൈവത്തോട് സ്തോത്രം ചെയ്തു പറ, ദൈവമേ, ഇതുവരെ ഞാൻ ജീവിച്ചു, ഇനി എത്ര നാൾ എൻ്റെ മുമ്പിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജീവിതം ഇവിടെ ജീവിച്ച് തീരണ്ട. നേട്ടമാണേലും കോട്ടമാണേലും ഉയർച്ചയാണേലും താഴ്ചയാണേലും കർത്താവേ, ജീവിതത്തിന്റെ ഏത് മേഖലകളാണേലും എന്നെ കുറിച്ചുള്ള ദൈവഹിതമെന്തോ ആ സമ്പൂർണ്ണ ദൈവഹിതത്തിലേക്ക് എന്നെ നയിക്കണമേ. എത്ര പേര് കരമുയർത്തി ദൈവത്തോട് സ്തോത്രം ചെയ്ത് പറയും, അങ്ങയുടെ ആലോചനയാൽ അങ്ങനെ നടത്തും. എല്ലാവരും സ്തോത്രം ചെയ്ത് പറ, അങ്ങയുടെ ആലോചനയാൽ അങ്ങനെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളൂ. സമ്പൂർണ്ണ ദൈവഹിതത്തിന്റെ നിവർത്തിക്കായി നമ്മെ തന്നെ വിധേയപ്പെടുത്തുക. അപ്പൊ യേശു കർത്താവ് തന്റെ മനുഷ്യത്വത്തിലെ പ്രതിസന്ധിയെ ദൈവത്വം കൊണ്ട് പരിഹരിക്കാമായിരുന്നിട്ടും പരിഹരിക്കാതെ സമ്പൂർണ്ണ ദൈവഹിതത്തിന് താൻ ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണമെന്നുള്ളത് ദൈവപിതാവിന്റെ ഹിതമെന്നറിഞ്ഞ് യേശു ദൈവഹിതത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ രക്ഷിതാവിനും സമാധാനം ആവശ്യമായിരുന്നു. അപ്പൊ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു തരുന്നത് പോലെ എന്തെങ്കിലും കാര്യം അവ്യക്തമായി തരുന്നല്ല. എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ അനുഭവിച്ച സമാധാനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്.